ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എബിയും അനിയത്തിയൊക്കെ എടുത്ത റോഡിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ ആവി എടുക്കാൻ പോകണം. അപ്പോൾ കൊച്ചനും കാവ്യയും കൂടെയാണ് പോകുന്നത്. ഞാനും എബിയും പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് അവരും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വന്നത്. ആ സമയത്ത് എബിയെ കണ്ട ഉടൻ തന്നെ എടുക്കണമെന്നും പറഞ്ഞൊരു വാശിയായിരുന്നു അവൾക്ക്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എബിയുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ അവനും കുറച്ച് നേരമൊക്കെ എടുത്തു നിന്നു. പിന്നീട് ആ കാവ്യയും കൊച്ചനും എൽസ മോളുമായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോയി. ഞങ്ങൾ പള്ളിയിലോട്ടും പോയി കേട്ടോ. അപ്പോൾ പള്ളിയിൽ രാവിലെ 7 മണിക്കായിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇതിപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് പള്ളിയിൽ ലേലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ പെട്ടെന്ന് വീട്ടിൽ പോകാനായിട്ട്. ആ സമയത്ത് ഓരോരുത്തരായിട്ട് ലേലം വിളിക്കാനായിട്ട് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഒരിടം വരെ പോകണേ പറയാം കേട്ടോ എവിടെയാണെന്ന്. ഇത് ഞാൻ ഒരു 3 വർഷം പഠിച്ച എൻ്റെ സ്കൂളാണ്. 5, 6, 7 ക്ലാസ് വരെ. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെ പഠിച്ചിറങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുവഴി പോകുന്നത്. അപ്പോൾ റോഡിൽ കൂടെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് കാണാം, സ്കൂളൊക്കെ ഇരിക്കുന്ന കാണാം. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ വരുന്ന എൻ്റെ ഓർമ്മയിൽ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു. എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ അതിന് ശേഷം വന്നു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോൾ ഞങ്ങൾ എത്തിയത് ചാങ്ങയിലാണ്, അഞ്ജുവിൻ്റെ വീട്ടിൽ. ഇത് ഞങ്ങളുടെ മിലുമോളുടെ നൂലുകെട്ടാണ് കേട്ടോ. അപ്പോൾ 40 ദിവസത്തോളമായി ഞാൻ അവളെ കണ്ടിട്ട്. അവൾ ജനിച്ചതിന് ശേഷം ഞാൻ ഇതുവരെയ്ക്കും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ തൊട്ട് പുറകെ ഇരിക്കുന്നത് അഞ്ജുവിൻ്റെ അമ്മച്ചിയാണ് കേട്ടോ, അമ്മയുടെ അമ്മ. അപ്പോൾ അമ്മച്ചിയുടെ കയ്യിലായിരുന്നു മോളിരുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ എനിക്ക് ഞാൻ ആദ്യം പോയി മിക്കുവിനെ എടുത്തു കേട്ടോ. ആദ്യമേ അവന് കുറേ നാളായി നമ്മൾ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, ആളെങ്ങനെ എടുത്ത് കാണുന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം അവനെടുത്തതിന് ശേഷമാണ് പിന്നെ മിലുമോളെ ഞാൻ എടുത്തത്. അവളെ ഞാൻ എടുത്തു വെച്ച് കുറേ നേരം അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഒരു കരച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പള്ളിയിൽ നിന്ന് പാസ്റ്റർ വന്നു, പ്രാർത്ഥനയായി കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞാനും എബിയും ചേട്ടനും അമ്മയും അച്ഛനും പിന്നെ അമ്മയുടെ അമ്മ ഓമനമ്മയും പിന്നെ ടോണിയും ടിറ്റയും ഉണ്ടായിരുന്നു. പിന്നെ ടീനുവിൻ്റെ മോള് ഇന്നു മോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വീട്ടിൽ അതേപോലെ തന്നെയായിരുന്നു. വേറെ പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലുള്ളവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ ബന്ധുക്കൾ തൊട്ടടുത്തടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അവരും 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ വലിയ ആഘോഷമായിട്ടോ അല്ല ഒരുപാട് ആൾക്കാരെ വിളിച്ചോ നമ്മൾ മിക്കുവിന് നടത്തിയ പോലെയൊന്നും ഒരുപാട് ആളെ വിളിച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ചുരുങ്ങിയ രീതിയിലായിരുന്നു നടത്തിയത്. ഈ പാസ്റ്റർ ഉണ്ടല്ലോ, ടോമിയുടെ അഞ്ജുവിൻ്റെ കല്യാണം നടത്തിയതും പാസ്റ്ററായിരുന്നു. ഇപ്പോൾ 2 മക്കളുടെ നൂല് കെട്ടിച്ചടങ്ങിനും പാസ്റ്റർ തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ്. അതേ കഴിഞ്ഞതാ ടോമി നൂല് കെട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാരും ഒന്നും ഇല്ലായിരുന്നു. വളരെ ലളിതമായിട്ട് നടത്തിയൊരു ചടങ്ങ് കൂടെ ആയിരുന്നു. അപ്പോൾ ടോമി നൂല് കെട്ടി. പിന്നെ ഞാൻ വള ഇട്ട് കൊടുത്തു. അമ്മ മാലയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് ഞാൻ തന്നെ 2 ഇട്ട് കൊടുത്തു. ടോമി നൂല് കെട്ടിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 ഞാൻ തന്നെയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഡ്രസ്സും മോൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം മിക്കുവിനെ പോലെയാണ് നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അധികമായിട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് 2 ഡെലിവറിയൊക്കെ അടുത്തടുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ മിക്കുവിൻ്റെ ബർത്ത്ഡേക്കും നമ്മളെ കുറച്ചടുത്ത ബന്ധുക്കളെ വിളിച്ചു. അഥവാ വിളിക്കണമെങ്കിൽ നമ്മൾ അവരെ മാത്രമേ വിളിക്കത്തുള്ളായിരുന്നു. പക്ഷേ ബർത്ത്ഡേക്കും എല്ലാവരും വന്നതുകൊണ്ട് തന്നെ മിലുമോളുടെ നൂലുകെട്ടിന് അങ്ങനെ അധികം ആരെയും വിളിച്ചില്ല. നമ്മൾ മാത്രം പോയി ചെറുതായിട്ട് നടത്താമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും 2 പേരുടെയും ബർത്ത്ഡേ നന്നായിട്ട് ഒരു ദിവസം ആഘോഷിക്കണമെന്നുണ്ട് കേട്ടോ. ഇപ്പം ഇത് അഞ്ജുവിൻ്റെ അമ്മയാണ് കേട്ടോ. ആൻറ്റി മോൾക്കൊരു കൊലുസിട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ അമ്മയ്ക്കിങ്ങനെ വീഡിയോസിലും ഫോട്ടോയ്ക്കൊക്കെ വരാൻ ഭയങ്കര ചമ്മലാണ്. അഞ്ജുവിൻ്റെ അമ്മയും അങ്ങനെ തന്നെ, എൻ്റെ അമ്മയും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഇത് ആൻറ്റി അറിഞ്ഞില്ല ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അമ്മ വന്നാണ് ഇട്ടതെങ്കിലും ഞാൻ അമ്മയും വീഡിയോ എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വള വാങ്ങിയത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അവൾ ഒത്തിരി ആ സമയത്ത് കണ്ണ് തുറന്നിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ വള മൊത്തത്തിലിടാൻ പറ്റില്ല. പിന്നെ അത് 5 ഊരി മാറ്റി വെച്ചു. പിന്നീട് അമ്മ ഇടാൻ വെച്ചിരുന്ന മാല എൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മാലയും അവൾക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഇത്രയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛന് വന്ന് പ്രാർത്ഥിച്ചു, ഒന്നുകൂടെ മോളെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു കേട്ടോ.
അപ്പോൾ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. കാരണം മിക്കു ആയിരുന്നപ്പോൾ പോലും നമ്മൾ അവനെ പ്രസവിച്ച് അന്ന് വൈകുന്നേരം പിറ്റേന്ന് തന്നെ പോയി കണ്ടു. അന്ന് ഫുള്ള് കാണാൻ പറ്റിയില്ലായിരുന്നു. പിറ്റേന്ന് തന്നെ പോയി കണ്ടു. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോയി കാണുമല്ലോ, അങ്ങനെയൊക്കെ പോയി കണ്ട ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, മിലുമോളുടെ ഒരു സംഭവമായ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വന്നത് അഞ്ജുവിൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. അവളൊരു മോതിരം കൊണ്ടിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ മാരേജിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. ഞാൻ ഇവളുടെ മുഖം ശരിക്കും എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എനിക്ക് പിന്നെ എന്തെന്ന് പറയാം, മോളെ എടുത്ത ഉടൻ തന്നെ ഒരു മിക്കുവിനെ എടുത്തതിൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ആദ്യമായിട്ടൊരു കുഞ്ഞിനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ പനിയൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും അവൾ എൻ്റെയും കൂടെ കുഞ്ഞല്ലേ, ആ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയുടെ അമ്മ കേട്ടോ. അമ്മയ്ക്ക് നടുവിന് സുഖമില്ലാത്തതിന് അമ്മ എപ്പോഴും ഇങ്ങനെ നിലത്തായിരിക്കും ഇരിക്കുന്നത്. ചെയറിൽ ഇരിക്കാറുണ്ട്, എന്നാലും കൂടുതൽ അവർക്ക് കംഫർട്ട് നിലത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരിരുന്നു. പിന്നീട് എല്ലാവരും കൂടെ മുറികളിലൊക്കെ ആയിട്ട് കുറച്ചിരുന്നു. പിന്നെ അച്ഛന് ചോറൊക്കെ കൊടുക്കാൻ, പള്ളിയിലെ പാസ്റ്ററുണ്ട്, അപ്പോൾ പാസ്റ്ററിന് ചോറൊക്കെ കൊടുക്കണം. ആ സമയത്ത് നമ്മളെല്ലാവരും കൂടെ അകത്ത് മുറിയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്ത വളയൊക്കെ അഞ്ജു ഇട്ട് കൊടുത്തിട്ട്, ഇതിപ്പോൾ ഇട്ടത് കരിവളയാണ്, അല്ലാതെ വേറെ വള ഇട്ട് കൊടുത്തു. ഇത് ഇന്നാരെയാണ് കേട്ടോ. എബിയുടെ അടുത്ത് പോകാത്തതുകൊണ്ട് അവനെങ്ങനെയെങ്കിലും കളിപ്പിച്ച് അവളെ എടുക്കണം, ആ ഒരു രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് എങ്ങനെയൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ അവൻ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നു കുറേ നേരം എബിയുടെ അടുത്ത് അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ സമയത്തേക്കും അവൾ സെറ്റായി. ആളെല്ലാവരുമായിട്ട് നല്ല ചിരിയും കളിയും ബഹളവും. ഇത് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ തന്നെ വാവയ്ക്കൊരു ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ 2-3 വട്ടം ഉമ്മ എടുത്തു കേട്ടോ. പക്ഷെ വീഡിയോ എടുത്ത് കണ്ടതിന് ശേഷം അവൾ ഉമ്മയെ കൊടുത്തിട്ടുണ്ട്. ഞാൻ 2-3 ഫോട്ടോ ആ സമയത്ത് എടുത്ത ഫോട്ടോ ഞാൻ ലാസ്റ്റ് ചേർക്കാൻ, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ മിലുമോൾക്ക് കിട്ടിയ ഡ്രസ്സാണ്. അതൊക്കെ ഇന്നും എടുത്ത് പുറത്തിടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആശാത്തി നല്ല കാര്യമായിട്ട് തന്നെ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീനു വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീനുവിനെ പോലെ തന്നെ ഇന്നിന് ഭയങ്കര ഇഷ്ടമാണ്, ടിറ്റയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾ വിളിച്ച ഉടൻ തന്നെ അവരുടെ കൂടെ ഇങ്ങ് പോകുന്നത്. ആദ്യം വന്നപ്പോൾ ഒരു ചെറിയ ചിണുങ്ങലും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ ഇവിടെ വന്നതിന് ശേഷം വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അവൾ നല്ല ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ടിരുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് കഴിച്ചു. അപ്പോൾ എബിയും ചിറ്റയും അമ്മച്ചിയൊക്കെ നിലത്തായിരുന്നു ഇരുന്ന് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് കുറച്ച് എബിയുടെ കയ്യിൽ നിന്നും കുറച്ച് ചിറ്റയുടെ കയ്യിൽ നിന്നും അങ്ങനെ മാറി മാറി വാങ്ങി കഴിച്ചിട്ടായിരുന്നു ആശാത്തി ഇരുന്നത്. ഇടയ്ക്ക് ടീനു ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം അവളെങ്ങനെ ഇത്രയും നേരമൊന്നും മാറി ഇരുന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ടീനു വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സദ്യയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സദ്യയായിരുന്നു വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിയായിരുന്നു കഴിച്ചത്. ഇച്ചിരി കറി വേണമെന്ന് പറഞ്ഞപ്പോൾ എബി എടുത്ത് വെച്ച് കൊടുത്താണ് മാങ്ങ അച്ചാർ. അത് ഇച്ചിരി എരിവ് ഉണ്ടായിരുന്നു. അവൾക്ക് പറ്റൂല, നമുക്ക് കുഴപ്പമില്ല. പിന്നെ അല്ലാതെ പച്ചടിയൊക്കെ വന്ന സമയത്ത് അത് വെച്ച് കൊടുത്ത സമയത്തേക്ക് കുഴപ്പമില്ല, എരിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ മിക്കുവിനെയും കൊണ്ട് പുറത്ത് വന്നതാണ് കേട്ടോ. അവനിങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം എല്ലാം അവൻ താമസിച്ചായിരുന്നല്ലോ ഇരുന്നതും കമിഴുന്നതും എഴുന്നേറ്റിരുന്നതും എല്ലാം താമസിച്ചായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു വയസ്സായ സമയത്ത് പതുക്കെ പിടിച്ചു നിന്നതേ ഉള്ളൂ. 1 മാസം കൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് തന്നെ ഒരു വളർച്ച പോലെ ആയിരുന്നു കേട്ടോ. നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ നിൽക്കാനൊക്കെ അവന് സാധിച്ചു, നടക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ വൈകുന്നേരം തന്നെ ഞങ്ങളിങ്ങ് തിരിച്ച് പോകുന്നായിരുന്നു കേട്ടോ. വീട്ടിലൊന്നും നിന്നില്ല, വൈകുന്നേരം തന്നെ പോകുന്നായിരുന്നു. അതുവരെയുള്ള ഒരു വീഡിയോസും എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഫോണും എടുക്കാനേ തോന്നിയില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കാനേ തോന്നാറില്ല. വീട്ടിലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഞങ്ങളിരിക്കും. പിന്നെ രാത്രി തന്നെ വീട്ടിലെത്തിയിട്ട് ദോശയും ബീഫും വെച്ചു കേട്ടോ. അച്ഛൻ ബീഫ് വാങ്ങി തന്നത് ബീഫ് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മിലുമോളുടെ നൂലുകെട്ടിനെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും മിലുമോൾക്കും ഉണ്ടായിരിക്കണം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.